എവിടെ ഒപ്പിച്ചു? വീട്ടിലെ ചെമ്പോയില് പൊക്കി ആക്രിക്കടക്ക് വെച്ചു. ഇതെന്താ ഞങ്ങൾ അറിയാം ഒരു പുതിയ പരിപാടി. ഏതായാലും ആ കിളവന് 2 കൊടുത്താലേ എനിക്ക് ഉറക്കം വരും. ഉണ്ടപ്പക്രു പറഞ്ഞു കൂലിക്ക് തല്ലുന്നവരുണ്ടെന്ന്. 50 രൂപ കൊടുത്താൽ ഇട്ടിച്ച് അക്കളാന്റെ പത ചാടിക്കും. നമുക്ക് പിടിച്ചു. ഫസ്റ്റ് ഐഡിയ. എന്നാവാ റൗഡികളെ കൊണ്ട് കാര്യം ഒപ്പിക്കാം. 50 രൂപയുണ്ട്. ഞങ്ങൾ ഈ വളവിൽ ഒളിച്ചു നിൽക്കും. അയാളെ ഇട്ടിച്ചൊരു പരുവമാക്കിയേക്കണം. ഞങ്ങൾ വരുമ്പം നിങ്ങൾ ഓടിക്കളയണം. അത് ഞങ്ങളെ വയസ്സനാണ് പതുക്കെ അടിക്കണം, അല്ലെങ്കിൽ ചത്തുവോ. ആ പാർട്ടി ഇപ്പം വരും. എല്ലാം പറഞ്ഞു വന്നടാ. നിങ്ങൾ എന്റെ ശത്രുവല്ല, മിത്രം. ഏതായാലും എനിക്ക് ഉപകാരം ചെയ്യാമെന്നതിന് നന്ദി. എന്റെ പേര് വാസുപിള്ള. ഞാൻ വെറും പിള്ള. ആ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഞാനും എന്റെ മകളും ഇവിടെ അടുത്താണ് താമസം. കാളച്ചന്ത കഴിഞ്ഞ് 3ാമത്തെ വീട്. വീട്ടിലോട്ടൊന്ന് വരണം. നാളെ കാലത്ത് വരാം. അപ്പോ നാളെ കാണാം. ബൈ. അയ്യോ, എന്റെ ചെമ്പോലം പോയി കിട്ടി. മോളെ, ഞാൻ പുറത്തോട്ടൊന്ന് പോവുക. എന്നെ അന്വേഷിച്ച് ഒരാള് വരും. ഇരിക്കാൻ പറയണം, ചായയൊക്കെ കൊടുക്കണം. ഒരു പിള്ള. അമ്മ കൈ നോക്കി ഫലം പറയും. വേണ്ട. അമ്മ കൈ നോക്കി ഫലം പറയാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ നല്ല ഫലം പറയാം. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഇനിയും തട്ടിയാൽ താൻ ഫലം അറിയും. പോകാൻ. വരൂ. നിങ്ങളോ? അച്ഛൻ വിളിച്ചുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഇവിടെയും പോലീസ് മുറയോ? അച്ഛനെ വിളി, ഞാനൊന്ന് ചോദിക്കട്ടെ. വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ? അറിയാതെ പറ്റിപ്പോയതാണ്. ഷർട്ട് എടുത്തരൂ, ഞാൻ ഉണക്കി തരാം. അപ്പോഴേക്ക് അച്ഛനും വരും. വേണ്ട വേണ്ട, ഞാൻ പോവുക. അയ്യോ, പോകരുത്. അതിഥിയെ സൽക്കരിക്കുന്നതിൽ അച്ഛന് വലിയ നിർബന്ധമാ. ഓ, ലോകത്ത് ആരെങ്കിലും പേടിയുണ്ടല്ലോ. സമാധാനമായി. നിങ്ങളവിടെ പിടിച്ചിരുത്തണമെന്നാ അച്ഛൻ പറഞ്ഞിട്ട് പോയത്. എന്നെ ഇവിടെ കുളിപ്പിച്ചിരുത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു അബദ്ധം പറ്റിപ്പോയി. ഷർട്ട് ഒരു തരും, ഞാൻ ഉണക്കി തരാം. ഊരി തരുന്നേ. ഓ, നാണമായിരിക്കും. എന്നാ മുറിലേക്ക് കയറിയിട്ട് ഊരി തരൂ, ഉണക്കി തരാം. ശരി, ഊരിത്തരാം. അവൾ എന്റെ ഷർട്ട് തേച്ചത്. ഞാൻ കഥ തുറന്ന് വന്നപ്പോ അവളുടെ കയ്യിലൊരു പൂവ്, ഈ പൂവ്, അതവൾ എന്റെ കയ്യിലോട്ട് തന്നു. എന്നിട്ടൊന്നുമില്ല. ഞമ്മക്ക് പൊടി കിട്ടണില്ല. എന്താണ് ചുംബിച്ച്? എടാ, വലിയൊരു സംസാരിക്കുമ്പോ നീ തലയിടരുത്. ഇല്ലേ, ചങ്ങാതി വസ്റ്റാണല്ലോ. ഇത് മാറ്റാൻ തന്നെ പ്രേമം. പിള്ള പോലീസിനെ കെട്ടിയാല് ഞങ്ങളിവിടെ ഒരു വിലസും. പക്ഷേ ഒരു കുഴപ്പം, നല്ല തന്തയും വേണം, നല്ല ഗുസ്തിക്കാരാണെന്ന് തെളിയിക്കുകയും വേണം. എന്നാലേ ഭയൽവാൻ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരൂ. ഓ, അതിത്തിരി വിഷമം ഉണ്ടാക്കും. വേറെ വഴിയൊന്നുമില്ലേ? ഇല്ലെങ്കിൽ ആണത്തുള്ളവരാണെന്ന് തെളിയിച്ചാലും മതി. അതെങ്ങനെ? ഈ നാട്ടിലെ ആണത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യാം. ആ അത് ഐഡിയ. ഇരട്ടച്ചങ്ങൻ തീരും. ചട്ടമ്പിക്കോരനെ കുത്തിക്കൊന്ന് കണ്ണൂർ ജയിലിൽ കിടന്നവനാ. അവൻ ആനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇരട്ടച്ചങ്കൻ ചീഴു ചെയ്ത പോലെ ചെയ്ത് ആണാവാം. ആ കിഴവൻ നമ്മുടെ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വത്തും പണവുമെല്ലാം ആ തെരുവ് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ അനുവദിക്കരുത്. ഒന്നുകിൽ പിള്ളയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പിള്ളയെ പിടിച്ചു വെച്ച് ആ തന്തയെ കൊണ്ട് എല്ലാം നമ്മുടെ പേർക്ക് എഴുതി വാങ്ങിക്കുക. എന്നെയാണോ? പിള്ള എന്തിനാ ഈ തെണ്ടിപ്പിള്ളേരോട് ഇങ്ങനെ നടക്കുന്നത്? പിന്നെ എന്റെ കൂട്ടുകാരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പിള്ള ഒരു കാര്യം ചെയ്യും, ഈ പിള്ളേരോട് ഇങ്ങനെ കണാകുണം നടക്കാതെ ഞങ്ങളോട് ചേര്. എന്നാ അച്ഛനെ ഒന്ന് വിട്ടുതരാം. നിങ്ങള് കള്ളം പറയുക? അല്ലല്ല, പിള്ളയാണ് സത്യം. കള്ളന്മാരിങ്ങനെ പല സത്യവും പറയും. ഞാനൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ പോവുക. അങ്ങനെ പോയാലും വഴിവിടെ, എനിക്ക് പോണം. വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവും. അയ്യോ, തല്ലിക്കൊന്നാൽ നിന്റെ തന്ത പോലും ഞങ്ങളോട് ചോദിക്കില്ല. ആര് വരുമെന്ന് കാണാം. വിടാനാണ് പറഞ്ഞത്. നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഈ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ? എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതായിരിക്കും. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചു. ഓ, ഇതാര്? വനിതാ പോലീസോ? ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആള് കൊള്ളാമല്ലോ. അനാവശ്യം പറയുന്നു. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ അതാണ് നല്ലത്. കരയരുത്. പിള്ളയ്ക്ക് വല്ലാതെ വേദനിച്ചു. സാരമില്ല. എനിക്ക് ആരുമില്ല പോലും. എനിക്ക് അമ്മയും അച്ഛനും ബിച്ചുവും ഉണ്ടപ്പക്രവും കോയക്കുട്ടി എല്ലാവരും ഉണ്ട്. യുവമാർക്ക് ആരുമില്ലാത്തത്. സമാധാനമായിട്ടിരിക്കും. പിള്ളയ്ക്ക് ഞാനുണ്ടല്ലോ. ഇവന്മാരോടൊക്കെ ഇതിന് കണക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഈ തമ്പിമാരുടെ വീടേതാ? കുറച്ച് തെക്ക. അച്ഛാ, അച്ഛാ, എന്താ വേണ്ടത്? അച്ഛനെ ഒന്ന് കാണണം. ഏതച്ഛനെ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛനോ? അതെ. എന്താ കാര്യം? അത് അച്ഛനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞയച്ചിരിക്കുക. അപ്പോ നീ കാര്യം പറയത്തില്ല അല്ലേ? ഇല്ല, അച്ഛനോട് മാത്രമേ പറയൂ. തീർച്ചയാണോ? തീർച്ച. പുറത്ത് ഇല്ല, പറഞ്ഞിട്ടേ പോകൂ. അത്രയോ? അയ്യന്റെ കൈ കൈ. അയ്യോ, അച്ഛാ, അച്ഛാ. എനിക്കെന്താ കാര്യം? അച്ഛാ, ഇന്ന് അച്ഛന്റെ പിറന്നാളാ. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. കൈവിടാൻ അച്ഛാ, അച്ഛനെ വിടാൻ പറ അച്ഛാ, അച്ഛനെ വിടാൻ പറ അച്ഛാ. അയ്യോ, ഇതൊക്കെ അനുഭവിക്കാൻ നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തമ്പിമാരുടെ വീടേതാ? ഇവിടെ നിന്ന് നേരെ പോയാല് ഒരു കവലയില്ല. അവിടെ നിന്ന് തെക്കോട്ട് പോയാല് പാടം. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് കാണുന്ന ബംഗ്ലാവാ. നമ്മളാരാ? അവരെ ഒന്ന് കാണാൻ വന്നതാ. അവന്മാര് പരന്ന മുസടന്മാരാ. ഒരു സംശയം, ഈ തോക്ക് പൊട്ടുവോ? കളിത്തോക്കാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. സാറേ, ഇവളെ അകത്താക്കണം. ആരാടാ? ഇവളെന്റെ ഭാര്യയാണ് അലമേലു. ഇവളെ എനിക്ക് പണ്ടേ സംശയമുണ്ട്. ഇവളാ ഇരട്ടച്ചന്റെ ധീരമായിട്ട് ബന്ധമുണ്ടെന്ന്. സംശയത്തിന്റെ പേരിൽ മാത്രം
ആരെയും ശിക്ഷിക്കാൻ പോലീസിന് അവകാശമില്ല. വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. തെളിവുണ്ട്. എന്ത് തെളിവ്? ഇന്ന് രാവിലെ ഞാൻ ചെങ്ങന്നൂർക്ക് പോകണമെന്നും പറഞ്ഞാണ് പോയത്. 4 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുള്ളൂന്നും പറഞ്ഞു. പകുതി ദൂരം പോയി തിരിച്ചു വന്നപ്പോ ആ ഏട്ട ചെങ്ങന്റെ കൂടെ ഇവിടെ കിടക്കുന്നു. 4 ദിവസം കഴിഞ്ഞിട്ടേ വരും പറഞ്ഞു പോയ നീ വാക്ക് തെറ്റിച്ച് അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വന്നില്ലേടാ? അപ്പൊ നീ വിശ്വാസവഞ്ചനല്ലേടാ കാണിച്ചത്? വിശ്വാസവഞ്ചന എത്ര വലിയ കുറ്റമാണെന്ന് നിനക്കറിയാമോ? എടീ, നീ ഒരു പെറ്റീഷൻ എഴുതാ, ഞാൻ ഇവരെ ഇപ്പൊ അകത്താക്കാം. കേസൊന്നും വേണ്ട ഏമാനെ, ഞങ്ങൾ വെറുതെ വിട്ടച്ചാ മതി. നിങ്ങൾ രണ്ടുപേരും ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞു പൊയ്ക്കോ. ശരി, വരട്ടെ ഏമാനെ, പൊയ്ക്കോ. എന്താ സരസമ്മ ഈ കാണിച്ചത്? എനിക്കിനി റിട്ടയർ ചെയ്യാൻ 1 വർഷം ഉള്ളൂ. അതിനിടയിൽ ആവശ്യമില്ലാതെ പാവം വലിച്ച് തലയിൽ കയറ്റുന്ന എന്തിനാ? ഏതായാലും കേസ് ഇപ്പൊ ഒതുങ്ങിയ. പക്ഷേ ഈ പെണ്ണത്ര ശീലാവധിയൊന്നുമല്ല. അവളെ ഞാനൊന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. എന്താ സരസമ്മ എല്ലാവർക്കും ഒരു മൗനം? എന്താ? പുതിയ എസ് വന്നിട്ടുണ്ട്. ചെറുപ്പം, അവിവാഹിതൻ, മൂക്കിന്റെ അറ്റത്ത് ചുണ്ടി, പിന്നെ ഭയങ്കര ഡിസിപ്ലിൻ. ഓക്കെ, ഞാൻ അന്വേഷിക്കാം. പറഞ്ഞല്ലോ ഞാൻ അന്വേഷിക്കാമെന്ന്. ശരി, ഓക്കെ. ഇതെന്താ വഴിയമ്പലമാണോ? തോന്നുമ്പോ വരാനും പോകാനും? അല്പം താമസിച്ചു പോയി. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. നാഥനില്ലാത്ത കളരി പോലെ കുറച്ചുനാൾ കിടന്നുകൊണ്ടായിരിക്കും അല്ലേ? ക്ഷമിക്കണം, ഇനി ഉണ്ടാവില്ല. പോയിക്കോ. ആ, പേരെന്താ പറഞ്ഞത്? പറഞ്ഞില്ല. അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ശശികല. ശശികല. രാമനെ ഇരിക്ക്. അകത്തുണ്ട്. ഞാൻ ചന്തയിൽ വന്നപ്പോ കുറെ നല്ല മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ലാഭത്തിന് കിട്ടി. പിന്നെ മാങ്ങാന്ന് വെച്ചാ എനിക്ക് ജീവനാണെന്ന് അറിയാമല്ലോ. മോളെ ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ഞാൻ അകത്തില്ല. വരത്തില്ല. അമ്മ രക്തമ്മ ചോദിച്ചിട്ട് വരുന്നില്ല. അടുത്തേരി മോളെ, അവനത് വലിയ ഇഷ്ടമാ. ഇനി ഇവിടെ തരണ പറഞ്ഞേ ചോദിക്കും. എങ്ങനെ ഉണ്ട് മോനെ? നന്നായിട്ടുണ്ട്. എന്നാ ഒന്നുകൂടെ ചെന്ന് വായിച്ചു. ശരി. ചെല്ലേ. എളുപ്പമൊന്നുമില്ല. അമ്മാവനെ പറഞ്ഞ് തരാൻ പറഞ്ഞ് നീ തിരുവിനെക്കുറിച്ച് മുഴുവൻ അന്വേഷിച്ചു. കൊള്ളാം. ഇതിനെക്കുറിച്ച് എന്തോന്നാ ദിവസം തുടങ്ങുന്ന എന്നെ കളിശാപ്പിന്ന ട്രെയിൻ ഇന്ന് വൈകിയാണല്ലോ. ഇത് ഗുഡ്സാ. വലിയവനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തോളാം.
ഇരട്ടച്ചങ്കൻ തീരു. ഒറ്റ വലിക്ക് 5 കുപ്പിയാണ് തീർക്കുന്നത്. ബാക്കി 5 കൊണ്ട് ഒരൊറ്റ പോക്കാണ്. എങ്ങോട്ട്? അലമേലുവിന്റെ വീട്ടിലേക്ക്. അത്രയും വേണോടാ പക്രു? ചുമ്മാതാണോ തീരു ആണാണെന്ന് പറയുന്നത്? ശരി, ഏതായാലും ഇനി രണ്ടിലൊന്നറിഞ്ഞിട്ട് ബാക്കി. ഇന്നു മുതൽ തീരു ചെയ്യുന്നതെല്ലാം ഞാൻ